ഓപ്പൺ ടേസ്റ്റിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു കാച്ചിയ മോരുകറിയാണ്. തേങ്ങ ചേർക്കാത്ത മോരുകറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് വളരെ സിമ്പിളും വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതുമാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി നമുക്ക് ഈ മോരുകറി തയ്യാറാക്കാൻ. വളരെ ടേസ്റ്റിയായി ഈ മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 1/2 ലിറ്റർ തൈരാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ തൈരിനെ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. കട്ടകളൊന്നുമില്ലാതെ ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം. വിസ്ക് ഇല്ലാത്തവർ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒരു തവണ നമുക്കൊന്ന് അടിച്ചെടുത്താൽ മതി. തൈര് നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർക്കണം. ഞാനിവിടെ ഒരല്പം കട്ടിക്കാണ് മോര് കാച്ചി എടുക്കുന്നത്. അതിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചേർക്കാനായി 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോര് കാച്ചുന്നതിന് തൊട്ട് മുമ്പായി ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് 4 സ്പൂൺ എണ്ണ ഒഴിക്കണം. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ചതായ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ 2 വറ്റൽമുളക് ഞാൻ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിലേക്ക് കട്ട് ചെയ്തതായ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഒരു ചുമന്ന കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കൂടെ കറിവേപ്പില ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് ഇതിനൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. മുളക് പൊടി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിം മതി. കാരണം ഇത് കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉടച്ച് വെച്ചതായ തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മളിത് ഒരു 3 മിനിറ്റ് വരെ ഒന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. തീ ഒരു മീഡിയം മതിയാകും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മോര് കാച്ചുന്ന സമയത്ത് നമ്മൾ 1-2 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് തിളച്ചു പോകരുത്. തിളച്ചു കഴിഞ്ഞാൽ ഈ മോര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ഒരു മീഡിയത്തിലാക്കി നമുക്കിത് കൈവിടാതെ തുടർച്ചയായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കായപ്പൊടിയും ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ ചേർക്കുന്നു. ഉലുവാപ്പൊടി ചേർത്തത് ഞാൻ കാണിച്ചിട്ടില്ല. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ നിങ്ങൾ ചേർക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് വരെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊന്ന് ചൂടായി വരും. ഒരല്പം ആവിയൊക്കെ പറന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കണം. മോരുകറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. തേങ്ങ ചേർക്കാതെ തന്നെ വളരെ കട്ടിയായിട്ടുള്ള മോരുകറിയാണ് നമ്മളിവിടെ കാച്ചി എടുത്തിട്ടുള്ളത്. ഈ ഒരു മോരുകറി നമുക്ക് 2-3 ദിവസം വരെ നമുക്ക് ഇത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ചോറിനോടൊപ്പമൊക്കെ നമുക്ക് ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാച്ചിയ മോരുകറിയാണ്. വളരെ തിരക്കൊക്കെ ഉള്ളവർക്ക് തലേ ദിവസം രാത്രി നമുക്കിത് ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് രാവിലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് മോരുകറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് നിങ്ങളും തയ്യാറാക്കി നോക്കണം. മോര് കാച്ചാനായി നമ്മൾ ഉപയോഗിക്കുന്ന തൈര് ഒരല്പം പുളിയുള്ള തൈരൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ ഒരു മോരുകറി നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. മാത്രമല്ല ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായും ഈ മോരുകറി നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നതോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.